നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശ്ശൂരിന്റെ തൊഴിൽ പൂരം സമാനതകളില്ലാത്ത തൊഴിൽ മേള. മന്ത്രി കെ രാജൻ. എക്സ്പ്രസ് ഓർമ്മകളുമായി തൃശ്ശൂരിൽ കുടുംബ സംഗമം നടത്തി. ആനന്ദപുരം തറയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊളത്തൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കനകമല കുരിശുമുടിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. തൃശ്ശൂരിന്റെ തൊഴിൽ പൂരം സമാനതകളില്ലാത്ത തൊഴിൽ മേള. മന്ത്രി കെ രാജൻ. തൊഴിൽ അന്വേഷകരെ തേടിപ്പോകുന്ന സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ കേരളത്തിന്റെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുകയാണ് വിജ്ഞാന തൃശ്ശൂരിലൂടെ. അതിനായി വിവിധ സർക്കാർ ഏജൻസികളെ ഏകോപിപ്പിച്ച് സാങ്കേതിക സഹായവും നൈപുണ്യ പരിശീലനവും നൽകി അവരെ പ്രാപ്തരാക്കി. ജനകീയ ആസൂത്രണത്തിൻ്റെ മാതൃകയിൽ സർക്കാരും തൊഴിൽദായകരും സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഒറ്റക്കെട്ടോടെ വിജ്ഞാന കേരളത്തിനായി കൈകോർത്തതിൻ്റെ തെളിവാണ് ഈ മെഗാ ജോബ് ഫെയറിൻ്റെ വിജയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ എത്തിയവരുമായി രജിസ്ട്രേഷൻ കൗണ്ടറുകളിലും ഇൻ്റർവ്യൂ സെൻ്ററുകളിലും നേരിട്ടെത്തി മന്ത്രി സംവദിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. വിവിധ തൊഴിൽ ദാതാക്കളുമായി മന്ത്രി ആശയവിനിമയം നടത്തി. നോർക്കയുമായി സഹകരിച്ച് വിദേശ തൊഴിലുകൾ ഉൾപ്പെടെ വിജ്ഞാന തൃശ്ശൂരിൻ്റെ തൊഴിൽ മേളകളിൽ ഭാഗമാക്കും. രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും മെയ് മാസത്തോടെ ജോബ് ഫെയർ അവസാനിക്കുമ്പോൾ തൊഴിൽ ലഭ്യമാക്കാനാണ് വിജ്ഞാന തൃശ്ശൂർ ലക്ഷ്യമിടുന്നത്. 151 തൊഴിൽ ദാതാക്കളിൽ നിന്നും 577 വ്യത്യസ്ത തരം മേഖലകളിൽ നിന്നായി 35,000 തൊഴിലുകളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി 140 ക്ലാസ് മുറികളിലാണ് അഭിമുഖം നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ പൂർണ്ണമായി ഒഴിവാക്കിയാണ് മേള സംഘടിപ്പിച്ചത്. എക്സ്പ്രസ് ഓർമ്മകളുമായി തൃശ്ശൂരിൽ കുടുംബസംഗമം നടത്തി. ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിൻ്റെ ശബ്ദവും മുഖവുമായിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിലെ ജീവനക്കാരും ബന്ധുക്കളും തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒത്തുചേർന്നു. എക്സ്പ്രസ് മുഖ്യപത്രാധിപരും ഉടമയുമായിരുന്ന കെ ബാലകൃഷ്ണനെ മന്ത്രി കെ രാജനും കല്യാൺ ജ്വല്ലേഴ്സ് MD TS കല്യാണരാമനും ചേർന്ന് ആദരിച്ചു. മുൻ സ്പീക്കർ VM സുധീരൻ സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എക്സ്പ്രസിലൂടെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നെന്ന് സുധീരൻ ഓർമ്മിച്ചു. എക്സ്പ്രസ് പത്രം വായിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ടായിരുന്നുവെന്ന് മന്ത്രി കെ രാജനും ഓർമ്മിച്ചു. തൻ്റെ പേര് ആദ്യമായി അച്ചടിച്ചു വന്ന ഒരു പത്രത്തിൻ്റെ ഓർമ്മയാണ് കെ രാധാകൃഷ്ണൻ MP പങ്കിട്ടത്. ബാബു വെളപ്പായ എഴുതിയ എക്സ്പ്രസ് വഴികാട്ടിയ കനൽ എന്ന പുസ്തകം PJ ആൻ്റണി പരിചയപ്പെടുത്തി. KV ശ്രീധരൻ, TV ചന്ദ്രമോഹൻ, അലക്സാണ്ടർ സാം, ഷാജി ജോർജ്, N ശ്രീകുമാർ, VM രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്മൃതി കുടുംബ സംഗമം സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. D മൂർത്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, ഡേവിസ് കണ്ണനാക്കൽ, KO ഡേവിസ് എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണന്റെ ഭാര്യ ചന്ദ്ര സന്നിഹിതയായിരുന്നു. ഏറ്റവും വലിയ കൗതുകമാണ് MLA ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെ കരുണാകരന്റെ ഓഫീസിൽ നിന്നും ആൾ വന്നിട്ടുണ്ട് എക്സ്പ്രസ് കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ കെ കരുണാകരനാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ അത് നിയമസഭയിൽ ഉണ്ടായിരുന്ന KP പ്രഭാകരൻ എക്സ്പ്രസിന്റെ കുടുംബാംഗങ്ങളിൽ മാത്രമല്ല ആദ്യം പറയലും
ഗൃഹാതുരത്വവും ഉണ്ടായിരുന്നു. എക്സ്പ്രസിന്റെ വായനക്കാരും എക്സ്പ്രസിനെ സ്നേഹിക്കുന്നവരുമായ സാമാന്യം ഒരുമാതിരി മലയാളിയുടെയും പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെയും എല്ലാം മനസ്സുകളിൽ നിറയുന്ന ഒരക്ഷരമാണ്, അല്ലെങ്കിൽ ഒരു പേരാണ്, ഒരു നാലക്ഷരമാണ് എക്സ്പ്രസ് എന്ന വാക്ക്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് വായിച്ചതും പഠിച്ചതും ചിന്തിരുന്നതുമായിട്ടുള്ള പത്രസ്ഥാപനമാണ് എക്സ്പ്രസ്. അതിന്റെ ബ്യൂറോയും അതിന്റെ ഹെഡ് ഓഫീസും എല്ലാം ഉൾപ്പെടുന്ന സ്ഥലം. ഇന്ത്യ മുന്നണിയെ കുറിച്ച് അതിന്റെ ആദ്യ ഇന്ത്യ മുന്നണി വേണം എന്ന് ഈ ലോകത്തിൽ ഒരു പക്ഷേ ആദ്യമായി പ്രവചിച്ച പത്രം കൂടിയാണ് എക്സ്പ്രസ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയും. പ്രവചിക്കുന്ന ഒരു പത്രം, ഇന്ത്യ മുന്നണി ഉണ്ടാകണം, ഇന്ത്യ മുന്നണി ഉണ്ടായില്ലെങ്കിൽ ഈ മഹാഭാരതത്തിന് ദോഷം വരും എന്ന് ഒരു പ്രവാചകന്റെ ദീർഘദൃഷ്ടിയിൽ പറയാനുള്ള കരുത്തും കരളും ഉണ്ടായിരുന്ന ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ ശ്രീ ബാബുവിന്റെ പുസ്തകത്തിൽ ഉൾപ്പെടുന്നു. കൊളത്തൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊളത്തൂർ ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രം ഹാളിൽ നടത്തിയ ക്ലാസ് കൊടകര ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സാജു പൗലോസ് ഉദ്ഘാടനം ചെയ്തു. NSS കരയോഗം പ്രസിഡന്റ് നാരായണൻകുട്ടി നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ മുഖ്യാതിഥിയായിരുന്നു. മുകുന്ദപുരം താലൂക്ക് NSS കരയോഗം സെക്രട്ടറി S കൃഷ്ണകുമാർ, NSS കരയോഗം കൊളത്തൂർ യൂണിറ്റ് സെക്രട്ടറി പ്രശാന്ത് നെടിയമ്പറമ്പത്ത്, S ഹരീഷ് കുമാർ, ബിന്ദു G മേനോൻ, നന്ദിനി രമേശൻ, രാജീവ് അരങ്ങത്ത്, രവീന്ദ്രൻ മുണ്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ, യോഗ ട്രെയിനർ ബ്രഹ്മകുമാരി ഇന്ദിര ബഹൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ആനന്ദപുരം തറയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 4:30 പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, എതിർത്ത് പൂജ എന്നിവയുണ്ടായി. തുടർന്ന് നടയിൽ പറനിറയ്ക്കൽ, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ് 2:30 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി അരങ്ങേറി. ഗുരുവായൂർ നന്ദനൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് കുന്നിശ്ശേരി അനിയന്മാരാരും പാണ്ടിമേളത്തിന് പെരുവനം സതീശന്മാരാരും നേതൃത്വം നൽകി. തുടർന്ന് വൈകിട്ട് 6:30 മുതൽ നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുവുത്സവം ആറാട്ട് കുമരഞ്ചിറ ക്ഷേത്രക്കടവിൽ ഭക്തിസാന്ദ്രമായി നടത്തി. ക്ഷേത്രം തന്ത്രി അഴകത്തുമന മാധവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആറാട്ട് കഴിഞ്ഞ് കൊടിക്കൽ പറ, കൊടി ഇറക്കൽ എന്നിവയും ആറാട്ട് സദ്യയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ വൃദ്ധൻ മരിച്ചു. കൊളത്തൂർ വെള്ളാനി ഗിരിജൻ 63 വയസ്സാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 7:30 ദേശീയപാത നെല്ലായിലായിരുന്നു അപകടം. തൃശ്ശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ സുനന്ദ, മക്കൾ വിവേക്, ശോഭിത. താഴൂർ സെന്റ് മേരീസ് പള്ളിയുടെ പാരീഷ് ഹാളിൽ വലിയ ഫാൻ പൊട്ടിവീണ് പിഞ്ചു കുഞ്ഞടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഒഴിവായത് വലിയ അപകടം. കുറ്റിച്ചിറ സ്വദേശി തത്തമ്പള്ളി വീട്ടിൽ 50 വയസ്സുള്ള ബേബി, താഴൂർ ഞാറേക്കാടൻ വീട്ടിൽ 40 വയസ്സുള്ള ഷീജ പോൾ, കലിക്കൽ സ്വദേശി തോപ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള ആദിത്യൻ, മാരാങ്കോട് വലിയ വീട്ടിൽ 2 വയസ്സുള്ള ഈവ, ചെമ്പൻകുന്ന് തത്തമ്പള്ളി വീട്ടിൽ 63 വയസ്സുള്ള വർഗീസ് എന്നിവരെ ചാലക്കുടി സെൻറ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ബേബിയുടെ തലയ്ക്കേറ്റ പരിക്ക് സാരമുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. പള്ളിയുടെ പാരീഷ് ഹാളിൽ നടന്ന മനസ്സമ്മത ചടങ്ങിനിടയിലാണ് ഏകദേശം 100 കിലോയോളം വരുന്ന ഫാൻ പൊട്ടി 30 അടി താഴ്ചയിലേക്ക് പതിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. ഹാളിൻ്റെ മേൽക്കൂരയിൽ ഘടിപ്പിച്ചിരുന്ന കൂറ്റൻ ഫാനിൻ്റെ വെൽഡിംഗ് പൊട്ടി ആളുകൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു. സംഭവ സമയം ഏകദേശം 100ഓളം പേർ ഹാളിനകത്തുണ്ടായിരുന്നു. കനകമല കുരിശുമുടിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 9 അടിവാരം പള്ളിയിൽ നിന്നും കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. കുരിശുമുടിയിലെ കുർബാനയ്ക്കും നൊവേനയ്ക്കും മറ്റു തിരുക്കർമ്മങ്ങൾക്കും ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അടിവാരം പള്ളിയിൽ ഊട്ടുനേർച്ചയുണ്ടായി. പരിപാടികൾക്ക് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, അസിസ്റ്റന്റ് വികാരിമാരായ
അജിത്ത് നടത്തിൽ, റേസൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, കുരിശുമുടി കൺവീനർ ഷിജു പഴയടത്തുപറമ്പിൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, ഫുഡ് കമ്മിറ്റി കൺവീനർ ലിജോ മാളിയേക്കൽ, ജോർജ് പന്തലൂക്കാരൻ, ഷിബു കള്ളിയത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺ വിൽസൺ ഈരത്തറ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 30 ബുധനാഴ്ചയാണ് ഊട്ടുതിരുനാൾ. BJP അഴകം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഴകം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. വാർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡ് സെക്രട്ടറി നിഖിൽ തൊമ്മാത്ത്, വാർഡ് അംഗം KV നന്ദകുമാർ, BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആശാ രാമദാസ്, മുരുകൻ വെമ്പനാട്ട്, വിപിൻ OB, വിജയൻ പാടിയിൽ, അഭിലാഷ് കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഒരു പ്രാവശ്യം മാത്രമേ പഞ്ചായത്തിലേക്ക് പോകേണ്ടതുള്ളൂ. എല്ലാ കാര്യങ്ങളും മാസം റെഡിയാക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് അന്നത്തെ 5 വർഷം നമുക്ക് കഴിഞ്ഞു. വികസന കാര്യത്തിൽ 5 വർഷം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 1980 ഞങ്ങൾ ആദ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മീറ്റിംഗിൽ മണ്ഡല രൂപേണ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്ത പല കാര്യങ്ങളും ജില്ലാ പ്രസിഡന്റായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലുള്ള നമ്മുടെ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,002 രൂപ, പവന് 72,016 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിന്റെ തൊഴിൽ പൂരം, സമാനതകളില്ലാത്ത തൊഴിൽ മേള, മന്ത്രി കെ രാജൻ. എക്സ്പ്രസ് ഓർമ്മകളുമായി തൃശൂരിൽ കുടുംബ സംഗമം നടത്തി. ആനന്ദപുരം തറയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കൊളത്തൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കനകമല കുരിശുമുടിയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.